രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ മുമ്പോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ബാംഗ്ലൂരിലേക്കുള്ള മലയാളികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഒരു വന്ദേ ഭാരത് കൂടി വേണമെന്നത്. ആ വന്ദേ ഭാരതാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. എറണാകുളത്ത് പുറപ്പെട്ട 8.5 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിലെത്തുന്ന ഈ ട്രെയിൻ ലക്ഷക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാകും. മലയാളികൾ ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്തുള്ളത് ബാംഗ്ലൂരാണ് എന്ന് എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഡൽഹിയിലെയും മുംബൈയിലെയും കൽക്കട്ടയിലെയും ചെന്നൈയിലും ഒക്കെ മലയാളി കുടിയേറ്റം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇന്നും പഴയതുപോലെ തന്നെ മലയാളി കുടിയേറ്റം തുടരുന്ന ഏക നഗരം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ IT കമ്പനികൾ ധാരാളം ഉള്ളതുകൊണ്ടും ബാംഗ്ലൂരിൽ ഏത് ചെറുകിട ബിസിനസ്സിനും പറ്റിയ അന്തരീക്ഷമായതുകൊണ്ടും മലയാളികൾ കൂട്ടത്തോടുകൂടി ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ്. അവർക്ക് മലബാറുമായി വളരെ അടുത്ത ബന്ധമാണ്. വാഹനം ഓടിച്ചു പോയി വരാം. എന്നാൽ തിരുവിതാംകൂറിന്റെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറും ബാംഗ്ലൂരും തമ്മിലുള്ള പുതിയ കണക്ഷൻസ് വേണം. എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനുകൾ എപ്പോഴും നിറഞ്ഞു കവിഞ്ഞായിരിക്കും പോവുക. ആവശ്യത്തിന് ട്രെയിനുകൾ ഇല്ല എന്ന പരാതിയുണ്ട്. ഈ ഗ്യാപ്പ് മുതലെടുക്കുന്നത് സ്വകാര്യ കോച്ച് സർവീസുകളാണ്. നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകളാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ്സുകളൊക്കെ സീസൺ സമയത്ത് 3000-3500 രൂപയാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മിതമായ നിരക്കിൽ വേഗത്തിലെത്താവുന്ന ഒരു വന്ദേ ഭാരത് കേരളത്തിന്റെ വലിയ അനുഗ്രഹമാണ്. ആ സ്വപ്നമാണ് സാധിച്ചിരിക്കുന്നത്. എറണാകുളത്ത് പുറപ്പെട്ട് ബാംഗ്ലൂരിൽ എത്തുന്നതിനിടയിൽ വെറും 6 സ്റ്റോപ്പുകൾ മാത്രമാണ് ഈ ട്രെയിനിനുള്ളത്. രാവിലെ 8:50 ഇന്നത്തെ ട്രെയിൻ എറണാകുളത്ത് പുറപ്പെട്ടത്. വൈകുന്നേരം 5:50 ട്രെയിൻ അവിടെ എത്തും. തുടങ്ങുന്നതും എത്തിച്ചേരുന്നതും ഉൾപ്പെടെയുള്ള ആകെ 8 സ്റ്റോപ്പുകൾ ഉള്ളതിൽ കേവലം 3 സ്റ്റോപ്പുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. 5ഉം കേരളത്തിന് പുറത്താണ്. പുറപ്പെടുന്ന ബാംഗ്ലൂർ കയ്യാറുപുരം, പിന്നെ ഇങ്ങോട്ട് വരുന്നത് 4 സ്റ്റോപ്പുകൾ തമിഴ്നാടാണ്. കേരളത്തിലുള്ളത് 3 സ്റ്റോപ്പുകൾ മാത്രം പാലക്കാടും തൃശ്ശൂരും എറണാകുളവും. പക്ഷേ ഇത് കേരളത്തിലേക്ക് പുറപ്പെടുന്നവർക്കുമുള്ള ട്രെയിനാണ്. കൂടുതൽ സ്റ്റോപ്പുകൾ തമിഴ്നാട്ടിലാണെങ്കിലും അവിടുത്തുകാർക്ക് അവസരം കിട്ടുമെന്ന് കണ്ടറിയണം. കാരണം അത്രമാത്രം മലയാളികളാണ് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തൃശ്ശൂരും പാലക്കാടും മാത്രമേ സ്റ്റോപ്പുള്ളൂ എങ്കിലും ഈ ട്രെയിൻ മലയാളികൾക്ക് ചാകരയാണ്. മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എറണാകുളത്തു നിന്നും ഈ ട്രെയിൻ തിരുവനന്തപുരം വരെ നീട്ടണമെന്നും 8 ബോഗി എന്നത് 16 ബോഗിയാക്കി മാറ്റണമെന്ന അപേക്ഷ മലയാളികൾക്കുണ്ട്. കാരണം കേരളം ബാംഗ്ലൂരിലേക്ക് പോകാൻ ഏറ്റവും കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു ട്രെയിനായി ഇത് മാറണം. 16 26 ഉണ്ടെങ്കിലും നിറച്ചാളായിരിക്കുമെന്ന് ഉറപ്പാണ്. ആ സാഹചര്യത്തിൽ ട്രെയിനിന്റെ ബോഗികളുടെ എണ്ണം കൂട്ടണം. അത് തിരുവനന്തപുരം വരെ ദീർഘിപ്പിക്കണം. എറണാകുളത്തു നിന്ന് ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്ത് മാത്രം സ്റ്റോപ്പ് അനുവദിച്ചാൽ മതി. കൂടുതൽ സ്റ്റോപ്പുകൾ വേണ്ട. അങ്ങനെ കേരളത്തിന് ഇത് കൂടുതൽ ഉപകാരപ്രദമായി മാറണമെന്നാണ് അപേക്ഷ. എന്തായാലും മോദിയുടെ പുതിയൊരു സമ്മാനമാണ് ഈ വന്ദേ ഭാരത് ട്രെയിൻ.